Hi dears, it's me Anji from MS Solution. ഇനി എന്തിനെ വേറൊരു സൊല്യൂഷൻ. മക്കളെ മോൾ കൺസെപ്റ്റിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആൻഡ് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ഒറ്റ കാര്യം നോക്കിയാൽ മതി. വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, വി ഉണ്ട്. നോക്കണേ, ഒന്ന് ശ്രദ്ധിച്ചോ, വി ഉണ്ട്, ടി ഉണ്ട്. സോ ഈ നിയമം അല്ലെങ്കിൽ ഈ ലോ ഏതാ ചോദിച്ചാൽ വട്ടൻ ചാൾസ് എന്നാലോചിച്ചാൽ മതി. എന്താടാ വട്ടൻ ചാൾസ് അഥവാ വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടുക എന്ന് പറയുമ്പോൾ ഓൾസോ അഥവാ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ഇത് ഏത് ലോയാ വരിക? ചാൾസ് ലോയാണ്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഏത് ലോയാണ്? ചാൾസ് ലോയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർമ്മയിൽ വെക്കാം. സോ ഗ്രാഫ് വെച്ച് ചോദിക്കുകയാണെങ്കിൽ നോക്കി വെച്ചോളാം, ഇത് എന്താടാ? ഇത് ചാൾസ് ലോയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ല, ദ വോളിയം ഓഫ് ദ ഗ്യാസ്, അതായത് 150 ലിറ്റർ ഉണ്ട്, 300 കെൽവിൻ അഥവാ ടെമ്പറേച്ചർ 300 കെൽവിൻ. ഒറ്റ കാര്യമുള്ളൂ, ചാൾസ് ലോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറേ സമയം കളയേണ്ട. സോ നേരെ ഡയറക്റ്റ് ഉത്തരത്തോട്ട് പോവുക. അതായത് ഇക്വേഷൻ പഠിച്ചു വെക്കണം. ചാൾസ് ലോന്റെ അഥവാ ചാൾസ് നിയമത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V1 ഡിവൈഡഡ് ബൈ V2 V1 ഡിവൈഡഡ് ബൈ T1 is equal to V2 ഡിവൈഡഡ് ബൈ T2 എന്ന് പറഞ്ഞ ഇക്വേഷൻ. സോ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെ ചോദിച്ചാൽ V1 ഉണ്ട്, T1 ഉണ്ട്. V1 എത്രടാ? 150 ആണ്. T1 എന്ന് പറഞ്ഞാൽ 300 ആണ്. ഇനി വേറെ ആരെങ്കിലും തന്നിട്ടുണ്ടോ നോക്കാം. സോ അപ്പുറത്ത് വായിച്ചു നോക്കി. എന്താടാ? ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്, 600 ആണ് എന്നും തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താടാ? 3 ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വേറെ ആരാണോ ബാലൻസ് ആയി നിൽക്കുന്നത് അവനായിരിക്കും നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ V2 കണ്ടെത്തണം. ഇവനല്ലേ V2. സോ സിമ്പിൾ ആയിട്ട് നോക്കിക്കോ. എങ്ങനെയാണ് സാർ? ഇതൊക്കെ അതേപോലെ തന്നെ എഴുതാൻ നോക്കിക്കോട്ടോ. V2 is equal to V1 ഡിവൈഡഡ് ബൈ T1 ഇൻറ്റു T2 എന്ന് പറഞ്ഞ ഇക്വേഷനാണ് പൊട്ടിക്കുക. സിമ്പിളായിട്ട് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. സോ നമ്മൾ എഴുതാണ് V1ഉം T1 എന്ന് പറയുമ്പോൾ 150 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 600 600 ചെയ്യും. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തൂടെ? ഈ 300നെയും 600നെയും വെട്ടാൻ പറ്റും. അതായത് എത്ര കൊണ്ടാടാ? 300 എന്ന് പറഞ്ഞാൽ അതിൻ്റെ 600 അഥവാ 600ന്റെ നേരെ പകുതിയാണ് 300. സോ 2 ആയിരിക്കും ഇവിടെ വരിക. അപ്പം 150 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ ഉത്തരം എത്ര വരിക? 300 എന്ന് കിട്ടും. സോ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് സർ ക്വസ്റ്റ്യനിലോട്ട് ചോദിച്ചിട്ടുള്ളത്? വോളിയമാണ് ചോദിച്ചിട്ടുള്ളത്. വോളിയത്തിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്യാസ് ആണെങ്കിൽ അവന്റെ യൂണിറ്റ് ലിറ്റർ ആയിരിക്കും. സോ 300 ലിറ്റർ എന്നായിരിക്കും ഉത്തരം വരിക. സോ മക്കളെ പഠിച്ചു വെച്ചോളാം ഈ ഒരു ഇക്വേഷൻ. അല്ലെങ്കിൽ ബോയിൽസ് ലോയോ ചാൾസ് ലോയോ ഈ ഒരു ഇക്വേഷൻ എന്നുള്ള ഒരു ചോദ്യം പഠിച്ചിട്ട് പോയാൽ മതി. സെറ്റ് ആണല്ലോ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോടാം. ദ ഗ്യാസസ് ഓഫ് CO2 ആൻഡ് SO2 കീപ് ദ STP എന്ന് പറഞ്ഞത് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. കാർബൺ ഡൈ ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡ് CO2 ഉണ്ട്, SO2 ഉണ്ട്. വോളിയം തന്നിട്ടുണ്ട് 112 ലിറ്റർ ആണ് വോളിയം. സോ ഒറ്റ കാര്യം മനസ്സിലാക്കാം. വോളിയമാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, വ്യാപ്തമാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മോളുകളുടെ എണ്ണം കാണാൻ എന്താ ചെയ്യേണ്ടത് ചെങ്ങൈമാരെ? നോയിക്കോടാ. അപ്പൊ എന്തായാലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മോളുകളുടെ എണ്ണം തന്നെയായിരിക്കും. മോളുകളുടെ എണ്ണം കണ്ടെത്തേണ്ടി വരും. സോ 112 ലിറ്റർ ആണെങ്കിൽ 112 ഹരിക്കണം ലിറ്ററിലല്ലേ. വ്യാപ്തമാണെങ്കിൽ അഥവാ വോളിയത്തിലാണെങ്കിൽ 22.4 ലിറ്റർ ആണ്. 112 ഹരിക്കണം 22.4 ആണ്. ഉത്തരം വരുമ്പോൾ എന്താ കിട്ടുക? 5 മോൾ എന്നായിരിക്കും ആൻസർ വരിക. എത്ര മോളാടാ? 5 മോൾ എന്നായിരിക്കും ആൻസർ വരിക. കിടക്കട്ടെ. ഇനി STP യിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോൾ വാതകത്തിന്റെ വ്യാപ്തം എത്ര എന്നാണ് ചോദിച്ചത്. STP യിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു ഗ്യാസ് ആണെങ്കിലും അവൻക്ക് 1 മോൾ ആണെങ്കിൽ അവന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22.4 ലിറ്റർ ആയിരിക്കും. എത്രയടാ? 22.4 ലിറ്റർ. പഠിച്ചങ്ങോട്ട് വെക്കാം. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 112 ലിറ്റർ CO2വിന്റെ മാസ് എത്ര എന്നാണ് ചോദിച്ചത്. 112 ലിറ്ററിലുള്ള മോളുകൾ നമ്മൾ കണ്ടെത്തി 5 മോളാണ്. സോ കുഴപ്പമില്ല മാഷെ, നമുക്ക് ഓൾറെഡി അറിയാം 112 ഡിവൈഡഡ് ബൈ 22.4 ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം, 5 മോള്. സോ ക്വസ്റ്റ്യൻ ചോദിച്ചത് CO2വിന്റെ മാസ് എന്നാണ്. 1 മോൾ ആണെങ്കിൽ 1 മോൾ ആണെങ്കിൽ മക്കളെ മോളിക്യുലർ മാസ് 44 അല്ലേ. 1 മോൾ എന്ന് പറഞ്ഞാൽ 44 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 5 മോൾ കണ്ടെത്താൻ എന്താ ചെയ്യാം? 1 മോൾ ആണെങ്കിൽ 44. അപ്പൊ 5 മോൾ ആണെങ്കിൽ 5 ഇൻറ്റു 44 ചെയ്താൽ മതി. എത്ര ഉത്തരം കിട്ടുക? 220 ഗ്രാം എന്ന് ഉത്തരം വരും. ഇത്രയുള്ള പരിപാടി. 1 മോൾ ആണെങ്കിൽ 44 ആണ് നമുക്കറിയാം. സോ അങ്ങനെയാണെങ്കിൽ 5 ആണെങ്കിൽ 5 ഇൻറ്റു 44 220 ഗ്രാം എന്ന് കിട്ടി. മാസ് ആയതുകൊണ്ട് ഗ്രാമിൽ പൊട്ടിച്ചാൽ മതി. പരിപാടി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. SO2വിലെ തന്മാത്രകളുടെ എണ്ണം. സർ SO2 അപ്പൊ എന്തെങ്കിലും കാണാണ്ട്? ഒന്നും വേണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നൊരു സാധനം ഉണ്ട്. CO2ഉം SO2ഉം STPയിലാണ്. സോ ഒറ്റ കാര്യമുള്ളൂ, അവന്റെ വോളിയം രണ്ടാളെ വോളിയം 112 ലിറ്റർ ആണ്. നമ്മൾ 112 ലിറ്ററിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളുകൾ കണ്ടെത്തി 5 മോളാണ്. അതേ മോൾ തന്നെ കാരണം SO2വിനും ഉണ്ടാകുക. സോ SO2വിലെ തന്മാത്രകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ അല്ലടാ. 5 ഇൻറ്റു മോളുകളുടെ എണ്ണം ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 അല്ലെങ്കിൽ 5 ഇൻറ്റു NA എന്ന് പൊട്ടിച്ചാലും ബുദ്ധിമുട്ടില്ല. ഇതാണ് കൺസെപ്റ്റ്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച എല്ലാ കൺസെപ്റ്റുകളും ആ ക്വസ്റ്റ്യനിൽ വരും. അപ്പോൾ സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോവുക. സോ ഇത് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ലിറ്ററിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ
അപ്പൊ എത്രയാണോ ലിറ്റർ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഇനി മാസിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്താടാ നമ്മുടെ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് അങ്ങോട്ട് പൊട്ടിച്ച് കൊടുത്താൽ സെറ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് Cl2 മോളിക്യൂൾസ് ഇൻ 710? അതായത് 710 ഗ്രാം ക്ലോറിൻ ആണ് ഇവന്റെ എന്ത് കണ്ടെത്താനാണ് പറഞ്ഞത്? മോളിക്യൂൾസ് കണ്ടെത്താനാണ് പറഞ്ഞത്. സോ മോളിക്യൂൾസ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മോളുകളുടെ എണ്ണം കിട്ടണ്ടേ? ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. സിഎല്ലിന്റെ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 35.5 ആണ്. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് എത്ര CL ഉണ്ടാ? 2 CL ഉണ്ട്. സോ മോൾസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? മോളുകളുടെ എണ്ണം കാണാൻ വേണ്ടി ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ 710 ഡിവൈഡഡ് ബൈ 2 ക്ലോറിൻ എന്ന് പറയുമ്പോൾ 35.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? 71 എന്ന് കിട്ടും. ഈ ബുദ്ധിമുട്ടില്ല, അത് സെറ്റാ. ഒരാൾക്ക് 35.5, അപ്പൊ രണ്ടാൾക്ക് എത്ര വരിക? 71 വരും. കുഴപ്പമില്ല സർ. അപ്പൊ ഇവിടെ വെട്ട് കഴിയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. എത്രയടാ? 10 മോൾസ് എന്ന് ഉത്തരം കിട്ടും. എത്രയടാ? 10 മോള് എന്നാണ് ഉത്തരം കിട്ടുക. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചോദിച്ചത്? മോളിക്യൂൾസ് ആണ് ചോദിച്ചത്, തന്മാത്രകളാ ചോദിച്ചത്. തന്മാത്രകളുടെ എണ്ണം കാണാൻ എന്താ സിമ്പിളാ? എത്രയാണോ മോള് കിട്ടുന്നത് അതേ ഇൻറ്റു 6.022 × 10⁻23 പൊട്ടിച്ചാൽ മതി. അപ്പൊ 10 × 6.022 × 10⁻23. പരിപാടി കഴിഞ്ഞു, 2 മാർക്ക് സെറ്റാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ദിസ് സാമ്പിൾ? ആറ്റങ്ങളുടെ എണ്ണമാണ് ചോദിച്ചത്. തന്മാത്രകളുടെ എണ്ണം നമ്മൾ കണ്ടെത്തി, ഇനി ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തണം. ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്താൻ സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ആറ്റങ്ങളുടെ എണ്ണം ആറ്റോമികത കണ്ടെത്തിയാൽ മതി. അഥവാ അറ്റോമിസിറ്റിയാണ് കണ്ടെത്തുക. എന്താ സിമ്പിളായിട്ട് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ആറ്റം ഉള്ളത്? Cl എന്ന് പറഞ്ഞാൽ 1, Cl2 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 2 ക്ലോറിൻ ഉണ്ട് സർ. ഇത്രയേ ഉള്ളൂ, ഈ 2 ആൾക്കാരേ ഉള്ളൂ, വേറെ ആൾക്കാർ ആരുമില്ല. അപ്പൊ ഈ 2 എന്ത് ചെയ്താൽ മതി? എത്ര ആറ്റമാണോ അവിടെ ഉള്ളത് അത് നമ്മളെ തന്മാത്രകളുടെ എണ്ണത്തോട് കൂടെ ഗുണിച്ചു കൊടുക്കാം. സോ ഇതല്ലേ തന്മാത്രകളുടെ എണ്ണം? 10 × 6.022 × 10⁻23 എന്നല്ലേ? ഇതിന്റെ കൂടെ നമ്മുടെ ആറ്റങ്ങളുടെ നമ്പറായിട്ട് 2 ആണ് ഗുണിച്ചു കൊടുക്കുക. സോ ഉത്തരം കിട്ടും 10 × 2 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പൊ 20 × 6.022 × 10⁻23 എന്നായിരിക്കും നമ്പർ ഓഫ് ആറ്റം. സിമ്പിൾ കൺസെപ്റ്റാ, വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. മോളിക്യൂൾസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആറ്റങ്ങളുടെ നമ്പർ കിട്ടാനും ബുദ്ധിമുട്ടില്ല. ഇതാണ് സംഭവം. മോൾ കൺസെപ്റ്റ് വളരെ സിമ്പിൾ. നമ്മൾ എങ്ങനെയാണോ അതിനെ നോക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മളെ മോൾ കൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് വരിക. സോ സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. ദ സൈസ് ഓഫ് ആൻ എയർ ബബിൾസ് കമ്മിങ് ഫ്രം ദ ബോട്ടം ഓഫ് ദ അക്യോറിയം ഗ്രീസസ്. അതായത് അക്യോറത്തിന്റെ, നമുക്കറിയാം അക്യോറത്തിന്റെ താഴെ തട്ടിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ നമുക്കറിയാം വലുതിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതായി വരാൻ കാരണം റീസൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. എന്താടാ? താഴെ ഭയങ്കര പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറവാണ്. സോ പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷനുള്ള നിയമം ഏതാടാ? ബോയിൽസ് ലോ ആണ്. അറിയാലോ ഏത് നിയമമാടാ? ബോയിൽസ് ലോ ആണ്. എന്താണ് ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ? പ്രഷറും നമ്മളെ വോളിയം ഉണ്ട്, അഥവാ മർദ്ദവും വ്യാപ്തവും തമ്മിൽ എന്ത് വിപരീതം? നേരനുപാതമല്ല, വിപരീത അനുപാതത്തിലാണ്. സോ സ്ഥിര താപനിലയിൽ മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതം അഥവാ ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്. ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർമ്മയിൽ വെച്ചോളാം. സോ അങ്ങനെയാണെങ്കിൽ ചാൾസ് ലോയും അവഗാഡ്രോ ലോയും കൂടെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അവഗാഡ്രോ ലോയിൽ പുതിയ ആൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. സെറ്റാണ് മാഷേ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ സാമ്പിൾ ഓഫ് CO2 ഗ്യാസ് കണ്ടെയ്നിങ് ദ 176 176 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഒറ്റ കാര്യമുള്ളൂ, CO2ന്റെ നമുക്ക് എന്തെന്നാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവന്റെ മാസ് നിന്ന് അവിടെ തന്നെ ക്വസ്റ്റ്യൻ കിട്ടും. മാസ് ആണല്ലോ സർ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, STPയിൽ ഈ സാമ്പിളിന്റെ വ്യാപ്തം എത്ര എന്നാണ് ചോദിച്ചത്? വോളിയം. ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകല്ലേ, ആൻസറിലോട്ട് പോകല്ലേ, ആലോചിക്ക്. ഫസ്റ്റ് മോളുകളുടെ എണ്ണം അങ്ങോട്ട് കണ്ടെത്തുക. സോ സിമ്പിൾ ആണ് സർ. എങ്ങനെ സർ കണ്ടെത്തുക? ഒറ്റടി കണ്ടെത്തിക്കോടാ. 176 ആണ്, 176 ഗ്രാം ആണ്. സോ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ mm ചെയ്യുക. സോ CO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മോളിക്യുലർ മാസ് 44 ആയിരിക്കും. ഉത്തരം കിട്ടൂലേ? 176 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 4 മോൾ എന്ന് കിട്ടും. എത്ര മോളാടാ? 4 മോള് എന്ന് ഉത്തരം കിട്ടും. പക്ഷെ ഇതല്ല ചോദിച്ചത്. എന്താ ചോദിച്ചത്? STPയിൽ ഈ സാമ്പിളിന്റെ വ്യാപ്തം എത്ര? 4 മോൾ CO2വിന്റെ വ്യാപ്തം വോളിയമാണ് ചോദിച്ചത്. സിമ്പിൾ ആയിട്ട് വോളിയം എന്ന് കേൾക്കുമ്പോൾ എന്റെ മക്കൾ മനസ്സിലാക്കുക 22.4 ലിറ്റർ ഓർമ്മയിൽ വെക്കാം. ഇനി 1 മോൾ ആണെങ്കിൽ 22.4 ലിറ്റർ. അപ്പൊ 4 മോൾ ആണെങ്കിൽ എന്താ വരിക? 4 × 22.4 വരും. അപ്പൊ 4 × 20 80, 80 × 80 പിന്നെ 8, അപ്പൊ 88. ഉത്തരം എത്ര വരും? 89.6 എന്ന് വരും. എത്രയുടെ വരിക?
89.6 ലിറ്റർ എന്ന് വരും. SCERT ഇറക്കിയതിൽ നമുക്ക് ഇവിടെ 87 സോ 89.6 ലിറ്റർ എന്നായിരിക്കും ഉത്തരം വരിക. സോ കുഴപ്പമില്ല, മാഷെ കിട്ടി. അപ്പൊ 1 മോൾ ആണെങ്കിൽ 22.4 ലിറ്റർ. അപ്പൊ 10 മോൾ ആണെങ്കിലോ 224 വരും. അങ്ങനെ കണ്ടെത്തിയാൽ മതി, സിമ്പിൾ ആണ്. സോ അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ, ഇത്രയും അളവ് CO2 ലഭിക്കാൻ എത്ര ഗ്രാം ജ്വലിക്കണം? ശ്രദ്ധിക്കണം, കത്തണം, കമ്പഷൻ കേട്ടോ, കത്തിക്കാണ്. ഇനിയാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത്. നോക്കിക്കോ, ഇത്രയും ഗ്രാം CO2 ലഭിക്കാൻ എത്ര കാർബൺ ആണ് വേണ്ടത്? സോ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, ഇക്വേഷൻ പിടിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വേഷൻ എന്താണ്? C+O2 gives CO2. സിമ്പിളാ, ആലോചിച്ചാൽ മതി, കിട്ടും. കളറൊന്ന് മാറ്റാൻ. ഓക്കെ, C+O2 gives CO2. ഇനി ഇതിന്റെ മുന്നിൽ എഴുതുന്ന മോളിക്യൂൾസ് നമ്പർ നമുക്ക് മോളായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ള കാര്യം നമുക്കറിയാം. സോ സീന്റെ മുന്നിൽ നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നായിട്ട് കൺസിഡർ ചെയ്യുന്നു, ഓക്സിജന്റെ മുന്നിലും ഒന്നായിട്ട് കൺസിഡർ ചെയ്യുന്നു, CO2ന്റെ മുന്നിലും ഒന്നായിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ 1:1:1 എന്നുള്ള റേഷ്യോ ആയിരിക്കും വരിക. സോ സിമ്പിളാ. അതായത് ചോദിച്ചത് ഇത്ര CO2, ഇവിടെ 1 മോൾ CO2 കത്താൻ എത്ര ഗ്രാം കാർബൺ ആണ് വേണ്ടത്? സോ എടാ 1 മോൾ CO2 കത്താൻ എത്ര എണ്ണ വേണ്ടത്? 1 മോൾ കാർബൺ ആണ് ശരിക്കും വേണ്ടത്. എത്ര മോൾ കാർബൺ ആണ്? 1 മോൾ കാർബൺ തന്നെ. അത് നമ്മൾ ഓൾറെഡി കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ അവന്റെ എന്താ ചോദിച്ചത്? എത്ര ഗ്രാം എന്നാ ചോദിച്ചത്? മാസാ ചോദിച്ചത്. മാസല്ലേ ചോദിച്ചത്? സിമ്പിളാടാ, ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം കിട്ടും. എന്താ അറിയോ? നോയിക്കോ. അതായത് 4 മോൾ CO2 ലഭിക്കുന്നതിന് നമുക്ക് എന്ത് വേണം? ജ്വലിക്കേണ്ട കാർബണിന്റെ അളവ് 4 മോളാണ്. അതായത് C+O2 gives CO2 എന്നാണ്. 1 മോൾ കാർബൺ ആണെങ്കിൽ 1 മോൾ CO2 ലഭിക്കുന്നു നമ്മൾ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യനിൽ 4 മോൾ എന്നല്ലേ നമുക്ക് ഉത്തരം. എത്ര മോൾ CO2 നമുക്ക് കിട്ടിയത്? 4 മോൾ ആണ്. സോ 4 മോൾ CO2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര മോൾ കാർബണും വേണ്ടി വരും? 4 മോൾ കാർബണും വേണ്ടി വരും. അത്രയുള്ള പരിപാടി. 1 മോൾ CO2 ആയപ്പോൾ അവിടെ 1 മോൾ കാർബൺ. അപ്പൊ 4 മോൾ CO2 ആണ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയത്. അപ്പൊ എത്ര കാർബൺ വേണ്ടി വരും? 4 മോൾ കാർബൺ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവന്റെ മാസ് കാണാൻ എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു കാർബണിന്റെ ഇത് ഇവിടെ തന്നിട്ടുണ്ടാകും. നമ്മൾ ആറ്റോമിക് മാസ് 12 ആണ്. സോ 4 ഇൻറ്റു 12 ആണ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. എത്രയാണ് വരിക? 4 ഇൻറ്റു 10 40. 4 പിന്നെ 40 പിന്നെ എത്ര വരും? 48 ഗ്രാം എന്നായിരിക്കും ഉത്തരം വരിക. എത്രയാണ് വരിക? 48 ഗ്രാം എന്നായിരിക്കും ഉത്തരം വരിക. ഇത്രയുള്ള സിമ്പിൾ കൺസെപ്റ്റാ. സോ ആ കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻ നല്ലോണം പഠിച്ചു വെച്ചോളാം. സിമ്പിൾ ആണ്. ഇക്വേഷൻ എഴുതുമ്പോൾ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 1 മോൾ കാർബൺ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ നമ്മൾ ഉത്തരം കണ്ടെത്തിയപ്പോൾ ഇവിടെ 4 മോൾ എന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടെത്തി കഴിഞ്ഞു. ഇവിടെ 4 മോൾ ആണെങ്കിൽ ഇവിടെയും 4 മോൾ കാർബൺ ആണ് വരേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ 4 മോൾ കാർബണിന് ഒരു കാർബണിന്റെ ആറ്റോമിക് മാസ് 12. അപ്പൊ 4 മോളിന് എത്ര വരിക? 4 ഇൻറ്റു 12 പൊട്ടിച്ചെടുത്താൽ മതി. സിമ്പിളായി ഉത്തരം കിട്ടും. കുഴപ്പമില്ല, മാസ് ആയതുകൊണ്ട് ഗ്രാമും നമ്മൾ പൊട്ടിച്ചു, ബുദ്ധിമുട്ടില്ല കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 2H2 + O2 gives 2H2O അഥവാ വാട്ടർ ഉണ്ടാവുന്ന ഒരു ഇക്വേഷൻ ആണ്. 36 ഗ്രാം ജലം ലഭിക്കാൻ ആവശ്യമായ O2 വാതകത്തിന്റെ മാസ് എത്ര? സിമ്പിൾ ആയിട്ട് ആലോചിക്കട്ടോ. ഫസ്റ്റ് ഇങ്ങനെ നോക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ മാസം എഴുതി കൊടുക്കാം. ഇവിടെ 4 ഹൈഡ്രജൻ, 2 × 2 എന്ന് പറയുമ്പോൾ 4. സോ ഒരു ഹൈഡ്രജൻ ആറ്റോമിക് മാസ് 1 ആണ്. അപ്പൊ 4 ഹൈഡ്രജൻ എത്ര വരിക? 4 ഗ്രാം എന്നാണ് വരിക. ബുദ്ധിമുട്ടില്ല, അത് ഓർമ്മയിൽ വെച്ചോളാം. ഇനി ഒരു ഓക്സിജന്റെ 16 ആണ്. അപ്പൊ 2 ഓക്സിജൻ എന്താ വരിക? 32 ആണ് വരിക. ഇത് രണ്ടും കൂടെ പിടിച്ച് കൂട്ടിക്കഴിഞ്ഞാലാണ് തൊട്ടപ്പുറത്തുള്ള പ്രൊഡക്റ്റ് വരുന്നത്. അപ്പൊ സോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 36 ഗ്രാം ആണ്. ഇതാണ് കൺസെപ്റ്റ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണം. നിങ്ങൾ ആറ്റോമിക് മാസ് ആണ് കൊടുത്തത് എല്ലാവർക്കും. ഇനി നോക്കടാ, എന്താ ചോദിച്ചത്? 36 ഗ്രാം ജലം ലഭിക്കാൻ ആവശ്യമായ O2 വാതകത്തിന്റെ മാസ് എത്ര എന്നാ? 36 ഗ്രാം ജലം ലഭിക്കാൻ എത്ര ഓക്സിജൻ വേണടാ? നമ്മളിവിടെ മേളിൽ എഴുതിയില്ലേ 32 ഗ്രാം എന്ന്. പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. എത്ര വേണ്ടത്? 32 ഗ്രാം തന്നെയാണ് മാഷേ. കാണുന്നുണ്ടല്ലോ. ഓക്കെ, 32 ഗ്രാം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ STP 22.4 ലിറ്റർ H2O വാതകം ലഭിക്കാൻ ആവശ്യമായി H2 വാതകത്തിന്റെ വ്യാപ്തം എത്ര? അതായത് ഈ ക്വസ്റ്റ്യൻ സിമ്പിളാ. എടാ STP 22.4 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നമ്മൾ പഠിച്ചില്ലേ 22.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? 1 മോൾ അല്ലേ? 22.4 എന്ന് പറഞ്ഞാൽ 1 മോളാ. സോ അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചത്? STP 22.4 ലിറ്റർ H2O ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമായി H2 വാതകത്തിന്റെ വ്യാപ്തം കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് നോക്കടാ. ഇവിടെ ഈ വാട്ടർ 2 മോൾ വാട്ടറും ഈ 2 മോൾ വാട്ടർ ആയപ്പോൾ നമ്മൾ എത്ര മോൾ ഹൈഡ്രജൻ യൂസ് ചെയ്ത്? 2 മോൾ ഹൈഡ്രജനാണ് യൂസ് ചെയ്ത്. അപ്പൊ ഇവിടെ 1 മോൾ ആകുമ്പോൾ ഹൈഡ്രജനും എന്തായിട്ട് മാറും? 1 മോൾ ആയിട്ട് മാറും. സോ സിമ്പിൾ കൺസെപ്റ്റാ. ഇവിടെ 1 ആകുമ്പോൾ ഇവിടെയും 1 ആകും. ഇനി ആലോചിക്കാം, ഇവിടെ 3 ആകുമ്പോൾ ഇവിടെയും 3 ആകും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് STP 22.4 എന്നാണ്. 22.4 എന്ന് പറഞ്ഞാൽ 1 മോളാ. സോ ഇവിടെ 1 മോൾ എന്ന് പറയുമ്പോൾ ഇവിടെയും
1 മോൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 മോളിൻ്റെ ഉത്തരം എത്രയേ വരുള്ളൂ? 22.4 ലിറ്റർ എന്ന് തന്നെയായിരിക്കും അവൻ്റെ ആൻസർ വരിക. അങ്ങനെ ആലോചിക്കുക. കുറച്ച് കൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. സോ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 4 ഗ്രാം ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ ഈ ഹൈഡ്രജനുമായി പൂർണ്ണമായും പ്രവർത്തിക്കാൻ എത്ര ഗ്രാം ഓക്സിജൻ ആവശ്യമാണ്? എടാ നോക്കടാ, 4 ഗ്രാം ഹൈഡ്രജൻ ഓൾറെഡി ഇവിടെ ഉള്ളത്. ഇനി അത് എടുക്കൊന്നും വേണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. അവനക്ക് എത്ര ഓക്സിജൻ വേണ്ടത്? 32 ഗ്രാം ഓക്സിജൻ വേണം. അപ്പോൾ 32 ഗ്രാം ഓക്സിജൻ ആണ് വേണ്ടത്. പരിപാടി കഴിഞ്ഞ്. എല്ലാ ഉത്തരം എന്തുണ്ട്? ഇത് ഇക്വേഷൻ ചെയ്യാതെ കിട്ടിയിട്ടുണ്ട്. സോ നല്ലൊരു അടിപൊളി ക്വസ്റ്റൻ ആണ്. സോ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റൻ നോക്കാലോ. എ സാമ്പിൾ ഓഫ് അമോണിയ ഹാസ് വോളിയം തന്നിട്ടുണ്ട് 2240 ലിറ്റർ ആണ് വോളിയം തന്നിട്ടുള്ളത് STP ലാട്ടോ. സോ STPയിലെ വോളിയം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ വളരെ സിമ്പിൾ ആണ്. എന്തായിരിക്കും? നമുക്കറിയാം ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ മോളുകളുടെ എണ്ണം കണ്ടെത്തണം. മോളുകളുടെ എണ്ണം കണ്ടെത്താൻ എ ക്വസ്റ്റ്യൻ 2240 ഡിവൈഡഡ് ബൈ 22.4 എന്ന് പറയുമ്പോൾ ഉത്തരം കിട്ടും 100 മോൾ എന്നായിരിക്കും നമുക്ക് ആൻസർ വരിക. അങ്ങനെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ, ഈ അമോണിയ സാമ്പിളിലെ തന്മാത്രകളുടെ എണ്ണത്തിന് തുല്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എണ്ണം കണ്ടെത്തുക. സിമ്പിളാ. മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടെത്താൻ പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, എനി ഗ്യാസ് ആയിക്കോട്ടെ, മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടെത്താൻ പറഞ്ഞാൽ 100 × 6.022 × 10⁻23 ആണ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 396 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളുകളുടെ എണ്ണം എത്ര? സി ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട്, ഗ്രാമിലാണ്. 396 ഗ്രാം CO2 ആണ്. CO2ന്റെ എന്ന് പറഞ്ഞാൽ കാർബൺ 12 ആണ്, ഓക്സിജൻ 12 ആയതുകൊണ്ട് 32 കൂട്ടി കൊടുക്കുമ്പോൾ 44. ഇത് കാണാപ്പാടം പഠിച്ചു പോകട്ടോ, 44 എന്നുള്ളത്. അപ്പൊ 396 ഡിവൈഡഡ് ബൈ 44 എന്ന് പറയുമ്പോൾ എത്ര മോളാ കിട്ടുക? 9 മോള് എന്ന് ഉത്തരം കിട്ടും. 9 മോളാണ് അവിടുത്തെ ഉത്തരം. സോ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? പൊട്ടിച്ചത്. സോ ഓർമ്മയിൽ വെക്കുക, വിട്ട് കളയല്ലേ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. എ സാമ്പിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്നിങ് 3 × 6.022 × 10⁻23. മക്കളെ ഇങ്ങനെയാണ്. ഇതൊരു മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണമാണ്. സോ ഇത് അവഗാഡ്രോ നമ്പറാണ്. ഈ മുന്നിൽ എഴുതുന്നത് മോളായിരിക്കും. ഈ മുന്നിൽ എഴുതുന്നത് എന്തായിരിക്കും? മോളുകളുടെ എണ്ണമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് സാമ്പിളുകളുടെ അത്രയും എണ്ണം തന്മാത്രകൾ അടങ്ങിയ അമോണിയയിൽ എത്ര മോളുകളുണ്ട്? ഇതേ മോളിക്യൂൾസ് ഉള്ള അമോണിയ എന്ന് പറഞ്ഞാൽ NH3 എത്ര മോൾസ് ഉണ്ട് എന്നാ ചോദിച്ചത്. ഒറ്റ കാര്യം, എടാ സിമ്പിളാ. ഇവിടെ എത്രയാണ്? 3 മോളല്ലേ. സോ അമോണിയയിലും എത്ര മോൾ ഉണ്ടാവുക? 3 മോളാണ് ഉണ്ടാവുക. അതേപോലെ ക്വസ്റ്റ്യൻ, അമോണിയയുടെ മാസ് കണ്ടെത്തുക. അമോണിയയുടെ മാസ് എന്ന് പറഞ്ഞാൽ NH3. N എന്ന് പറഞ്ഞാൽ ആറ്റോമിക് മാസ് 14 ആണ്, ഹൈഡ്രജൻ 1 ആണ്. സോ രണ്ടുകൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് അവന്റെ ആറ്റോമിക് മാസ് കിട്ടുക 17 എന്നാണ്, 17 എന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാസ് കണ്ടെത്താൻ 3 മോൾ എന്നല്ല പറഞ്ഞത്, 1 17. അപ്പൊ 3 എന്താ വരിക? 3 × 17 എന്ന് പറയുമ്പോൾ 51 ഗ്രാം എന്നായിരിക്കും നമ്മളെ അമോണിയന്റെ ടോട്ടൽ മാസ് വരിക. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. കാർബൺ ഡൈ ഓക്സൈഡ് സാമ്പിളുകളുടെ അത്രയും എണ്ണം മോളുകൾ അടങ്ങിയ അമോണിയയുടെ STPയിലെ വ്യാപ്തം കണ്ടെത്തുക. എടാ STPയിലെ വ്യാപ്തം കണ്ടെത്താനാണ് പറഞ്ഞത്. സോ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. 3 മോൾ അല്ലേ, 3 × 22.4 ലിറ്റർ എന്നാണ് വരിക. ഒറ്റയടിക്ക് ഉത്തരം പറയാൻ 3 × അപ്പോൾ 60, 60ഉം 66, 67.2 എന്നായിരിക്കും ഉത്തരം വരിക. 67.2 ലിറ്റർ എന്നായിരിക്കും അവിടുത്തെ ഉത്തരം വരിക. സോ മക്കളെ, നമ്മളെ ഇപ്പോഴത്തെ മോഡൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCRTയിലെ ക്വസ്റ്റ്യൻസ് വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട്. നമ്മളെ 3 സെറ്റിലെ. സോ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് എന്ത് ചെയ്യണം? ഇന്നത്തെ ലൈവിൽ 7:30 ലൈവിൽ മറക്കണ്ട, നമുക്ക് സെറ്റ് ആക്കാനുള്ളതാണ്. സോ പിന്നെ കാണാം.